ഇവിടെയാണ് ഡോക്ടർ ഷിജു ഖാൻ. ഷിജു, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇതിൻ്റെ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലൂടെയാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതായത് വസ്തുതകളില്ലാത്ത ഈ കെട്ടുകഥകൾക്ക് പിന്നാലെ ഇങ്ങനെ പാഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരവസ്ഥ, തിരിച്ചടി എന്ന പ്രശ്നം പ്രതിപക്ഷം നേരിടുകയാണോ തുടർച്ചയായി? പ്രതിപക്ഷം ഇത് മനസ്സിലാകാതെ പോകുന്നു എന്ന് കരുതുന്നുണ്ടോ? പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയി സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു ശൈലി, ഒരു ആരോപണങ്ങളുടെ ഒരു പ്രതലം ഇങ്ങനെ തുടർച്ചയായി നിലനിർത്താം എന്ന് കരുതുന്നതാകാം. അല്ലാതെ ഇത് മനസ്സിലാകാതെ പോകുന്നതല്ലല്ലോ. കാലങ്ങളുടെ പഴക്കമുള്ള നേതാക്കളൊക്കെ തന്നെയാണല്ലോ പ്രതിപക്ഷത്തെ നയിക്കുന്നത്. പക്ഷേ കോടതി ഹർജിക്കാരനായിട്ടുള്ള കുഴൽനാടനെ ഇതാകെയും പഠിപ്പിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിലും അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പഠിപ്പിക്കും മട്ടിലാണ് ഈ ജഡ്ജ്മെൻറ്റ് പലപ്പോഴും വായിച്ചാൽ നമുക്ക് തോന്നുക. പ്രതിപക്ഷം വസ്തുതകളില്ലാത്ത കെട്ടുകഥകൾക്ക് പിന്നാലെ പായുന്നതിൻ്റെ ഫലമാണോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീ ശരത്ത്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്രകാരം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുടെയും കെട്ടുകഥകളുടെയും പിന്നാലെ മീഡിയയുടെ സഹായത്തോടുകൂടി പ്രതിപക്ഷത്തെ ചില ആളുകൾ, മാത്യു കുഴൽനാടൻ അതിൻ്റെ മുന്നണിയിൽ നിന്ന് അതിനെ കൊണ്ടുപോവാണ്. പിന്നെ അത് പറയുമ്പോൾ ശ്രീ ശരത്ത്, അങ്ങനെപ്പോലൊരാൾ ഈ ജഡ്ജ്മെൻറ്റിനെ വെച്ചാണ് ചർച്ച. തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റിൻ്റെ ആ മെറിറ്റ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷെ നമുക്കങ്ങനെ പെട്ടെന്നൊന്നും മറവിരോഗം ബാധിക്കാൻ പാടില്ല ശരത്ത്. എന്തായിരുന്നു ഈ സംഭവങ്ങൾ ഈ ചർച്ചകൾ, ഇത്തരം ചർച്ചകൾ നടക്കുന്ന നമ്മുടെ പുതുപ്പള്ളി ഇലക്ഷൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയായിരുന്നു മുന്നോട്ട് വെച്ച വാദങ്ങൾ? അത് നമ്മൾ മറന്നുപോകരുത്. ഈ KMRL എക്സാലോജിക് സൊല്യൂഷൻ അവിടെ കൊടുത്തിട്ടുള്ള സേവനവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ടാക്സ് അടച്ചിട്ടില്ല എന്ന ആക്ഷേപം ഇവരുന്നയിച്ചില്ലേ? മാത്യു കുഴൽനാടൻ ഉന്നയിച്ചില്ലേ? നമ്മൾ മറന്നുപോകരുത്. പിന്നെ GST അടച്ചിട്ടില്ല, ഈ വാദം ഉയർത്തിയത് നമ്മളൊന്നും മറന്നുപോകരുത്. അനധികൃതമായ പണമിടപാട് നടത്തി ഇങ്ങനെ ഒരാരോപണം അവർ ഉന്നയിച്ചത് നമ്മൾ മറന്നുപോകരുത്. ഈ ജഡ്ജ്മെൻറ്റിനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്ന ഒട്ടേറെ മറ്റ് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മറക്കരുത്. ഞങ്ങളൊക്കെ അന്ന് ഉന്നയിച്ചതാണ്. കള്ളപ്പണ ഇടപാട് ആക്ഷേപം ഉന്നയിച്ചില്ലേ ഇവർ? ബാങ്ക് ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒരു സ്ഥാപനം കൊടുക്കേണ്ട നികുതിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും നിറവേറ്റിക്കൊണ്ട് നടന്ന ബാങ്ക് ട്രാൻസാക്ഷനെ കള്ളപ്പണ ഇടപാടെന്ന് ഇവർ പറഞ്ഞില്ലേ? ശരത്തൊന്നും മറന്നുപോയോ ശരത്? GST അടച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞു GST അടയ്ക്കേണ്ട കാര്യത്തിൽ GST അടച്ചു തന്നെ പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. അന്ന് പല ചാനലുകളിലെ അവതാരകർ ഞങ്ങളോട് ചോദിച്ചു, GST അടച്ചതിൻ്റെ തെളിവ് എവിടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം ഉയർത്തുക, അതിൻ്റെ തെളിവെല്ലാം കൂടി ഞങ്ങൾ കൊണ്ട് TV റൂമിൽ പോവുക. ഞങ്ങൾ പറഞ്ഞു GST അടച്ചിട്ടില്ലെങ്കിൽ, ബന്ധപ്പെട്ട നികുതി അടച്ചിട്ടില്ലെങ്കിൽ, ബാങ്ക് വഴിയുള്ള സാമ്പത്തിക ക്രയവിക്രയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾക്ക് ന്യായമായ നികുതി അടച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം മെമ്മോ കൊടുത്തോ? ഏതെങ്കിലും ഒരു സ്ഥാപനം എക്സാലോജിക് സൊല്യൂഷനോ വീണ വിജയനോ ആ ഘട്ടത്തിലൊരു നോട്ടീസ് കൊടുത്തോ? ഞങ്ങൾ ചോദിച്ചു, ചർച്ചകളിലെല്ലാം ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ നമ്മുടെ മാന്യന്മാരായ അവതാരകർ ഞങ്ങളോടൊക്കെ പറഞ്ഞത് അടച്ചിട്ടില്ല, അടച്ചു എന്ന് കാണിക്കാൻ റെസിപ്റ്റ് എവിടെ? ഇതുവരെ ചോദിച്ച മാന്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും ഈ ഘട്ടത്തിൽ മറക്കരുത്. പിന്നെ കോടതിയിലേക്ക് പോയി എന്താ വിചാരിച്ചത് മാത്യു കുഴൽനാടൻ? മൂവാറ്റുപുഴ പട്ടണത്തിൽ 4 ബോക്സും ഒരു മൈക്കും എടുത്ത് 100 പേരെ കൂട്ടി നടത്തുന്ന മാത്യു കുഴൽനാടൻ്റെ ഗിർവാണ പ്രഭാഷണം പോലെയാണോ കോടതി മുറിയിൽ തെളിവുകൾ ഒന്നും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ നുണക്കഥകൾ ഉണ്ടാക്കി, കെട്ടുകഥകൾ ഉണ്ടാക്കി, ഭാവനയുണ്ടാക്കി കരുപ്പിടിപ്പിച്ചാൽ അങ്ങനെ ഒരു ഭാഗം നിലനിൽക്കുമെന്ന്, അങ്ങനെ ഒരു വാദം നിലനിൽക്കുമെന്ന് മാത്യു കുഴൽനാടൻ കരുതിയോ? എന്തൊക്കെയാണ് മാസപ്പടി? ഇതല്ലേ ആക്ഷേപം? ശരത്തെ മറക്കരുത്. നമ്മളിപ്പോൾ ഈ ഭൂമിയെ സംബന്ധിച്ച് പറയുന്നു, നമ്മൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ പറയുന്നു. നമ്മൾ മറന്നു പോകരുത്, മാസപ്പടി എന്നല്ലേ ഈ വിഷയത്തെക്കുറിച്ച് ഒരു പത്രം രേഖപ്പെടുത്തി. ഇതിന് ഈ കോടതി വിധി നമ്മൾ എടുക്കണം. കോടതി വിധി നേരത്തെ പറഞ്ഞല്ലോ, പല ഘട്ടങ്ങളിലും ഇളവ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള അപേക്ഷ വരുമ്പോൾ ഇളവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ ഏതെങ്കിലും ഒരു ഇളവ് കൊടുത്തോ? ഇല്ല, ഒരിളവും കൊടുത്തില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം,
KREML ഭൂപരിധി നിയമത്തിൽ ഇളവ് ആവശ്യപ്പെട്ട് നൽകിയ, അതായത് 2 പ്രാവശ്യം നിരസിച്ചതിന് ശേഷം പിന്നീട് വരുന്ന അപേക്ഷയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് നിയമപരമായ ഉചിതമായ നടപടികൾ പാലിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് മുമ്പിൽ വരുന്ന, ഒരു മുഖ്യമന്ത്രിക്ക് മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇത്തരം പദവികൾ മുമ്പിൽ വരുന്ന ആളോട് ഒരു ഫയൽ വന്നാൽ വ്യവസ്ഥാപിതമായ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കറപ്ഷനാവും? വ്യവസ്ഥാപിതമായ നടപടികളോ ഉചിതമായ നടപടികളോ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കറപ്ഷനാകും? തലയിൽ ആൾതാമസമുള്ള ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്കോ രാഷ്ട്രീയ പ്രവർത്തകനോ ഈ മാത്യു കുഴൽനാടൻ പറഞ്ഞതുപോലെ ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ? ഇനി 2, ഇതിൽ ഒരു ഗൂഢലക്ഷ്യവും ആരോപിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിൽ ഒരു ഗൂഢലക്ഷ്യവും ആരോപിക്കാൻ കഴിയില്ല. മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, CMRൽ നിന്ന് പണം പറ്റിയിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ആരാ? ഈ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒക്കെ ഉത്തരവിൻ്റെ എന്ന പേരിൽ വ്യാപകമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന RC OC എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയെന്നും ഉമ്മൻചാണ്ടിയെന്നും ഒക്കെ നമ്മുടെ മീഡിയയിൽ മുഴുവൻ വന്ന പേരുകൾ, ഒരു അന്വേഷണത്തിനും അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം ഇവിടെ മാത്യു കുഴൽനാടൻ ആവശ്യപ്പെടാൻ താല്പര്യമില്ല. അപ്പോൾ പിണറായി വിജയനെക്കുറിച്ചും എക്സാലോജിക് സൊല്യൂഷനെക്കുറിച്ചും വീണ വിജയനെക്കുറിച്ചും മാത്രം തെരഞ്ഞു പിടിച്ച് അന്വേഷണം നടത്തണം എന്ന വാദത്തെ തന്നെ കോടതി ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് പറയുണ്ടായി. അതും നമ്മൾ പ്രധാനമായി കാണണം. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ ഈ വിധിയെ മാത്രമല്ല ശരത്തെ, ഈ വിധിക്ക് പുറമെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടം മുതൽ ഇന്നോളം ലാൻഡ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ പിന്നെ കേന്ദ്ര ഏജൻസികൾ അത് കാണണം. കേന്ദ്ര ഏജൻസികളെ വാസ്തവത്തിൽ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരും കേന്ദ്ര ഏജൻസികളും തമ്മിൽ അവിശുദ്ധമായ ബന്ധമുണ്ട്. ശ്രീ ശരത്, നമ്മൾ മറക്കരുത്, കെജ്രിവാളിനെ ജയിലിലടച്ചത് കോൺഗ്രസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ജയിലിലടച്ചില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഉയരുമ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസും മറുപടി പറയണം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ചേർത്ത് പിടിക്കുകയാണ് ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അവർക്കൊക്കെ ഇത് കേവലം മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയ പ്രഹരം മാത്രമല്ല, അതിനെ ആഘോഷിച്ചവർക്ക് കിട്ടിയ നല്ല മറുപടിയാണ് ഈ കോടതി. തീർച്ചയായും ഞാനതാ പറഞ്ഞു, നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് പോകേണ്ടതായി വരും. അവിടെ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ കുറെ കൂടി ഗൗരവമായ ചർച്ചയ്ക്കെടുക്കും. നിശ്ചയമായും അതിനോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളാണ് അതിൻ്റെ നിരവധി രാഷ്ട്രീയ തലങ്ങളെക്കുറിച്ച് ഈ ചർച്ചയുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതും അത് ജനങ്ങളുടെ ഓർമ്മയിലേക്ക് അവരെ ഓർത്തെടുപ്പിക്കേണ്ടതും. നിശ്ചയമായും ഇപ്പോൾ ഷിജു ഖാൻ ആ നിലയിലാണ് ആ വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോൾ രാഷ്ട്രീയമായി കൂടി സംസാരിച്ചത്.